ബൈ. വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോ ഒന്ന് അവന്റെ വീട്ടിലോട്ടൊന്ന് പോട്ടെ. അച്ഛൻ നല്ല ഡോക്ടറെ കാണിച്ചിട്ട് വന്നതാണ്. എന്താണെന്നൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചു. മോളെ സൈഡിലേക്ക്. അപ്പം അങ്ങനെയാണ്, അങ്ങോട്ട് പോവാണ്. അമ്മച്ചിക്ക് ടാസ്ക് ചെയ്യായിരിക്കും. തള്ളച്ചിന്റെ വീട് തള്ളച്ചിക്ക് ഞാൻ 8 പണി കൊടുത്തേക്ക്. അതാണോ? അതൊരു പണിയാണോ? വെറും 4 ഡ്രസ് എടുത്തിട്ട് എനിക്ക് മുണ്ട് ഇട്ടോ എന്ന് പറയുന്ന നേരം കൊണ്ട് ഞാൻ ഇട്ടതിന് മറുപടി ഇടും. സ്വന്തം ഡ്രസ്സ് ഇടണേ. ഇനി സ്വന്തം അല്ല എന്ന് നമുക്ക് തോന്നിയാ ആളെ തപ്പി പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ചുരിദാർ കടം മേടിച്ചു ഇടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടില്ല. എന്തോ ആയിടട്ടെ, നമുക്ക് നമ്മളെ കാര്യം നോക്കി ജയിച്ചാൽ മതി. എനിക്ക് ആ പെണ്ണുങ്ങളെ പിന്നെ ലിങ്ക് 1-2 ആൾക്കാർ അയച്ചു. ആ കുട്ടിയില്ലേ നിനക്ക് അയച്ചു. എന്നിട്ട് ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടോ? ചേച്ചി ചെയ്യുന്നത് തന്നെ ചെയ്തിട്ട് ഇപ്പൊ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ചേച്ചി കണ്ടിക്കോ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് തന്നത്. ആ വോയിസ് ഒന്ന് കേൾപ്പിച്ചോട്. എനിക്ക് എന്തെന്നിട്ടെ അതൊന്ന് കേൾപ്പിച്ചോട്. നമ്മള് വെറുതെ പറയാണെന്ന് പറയരുതല്ലോ ഫോണയുടെ. അതൊന്ന് കേൾപ്പിച്ചോട്. നമ്മളിനി വെറുതെ പറയാണെന്ന് പിന്നെ പറയുന്ന നെറ്റ് എന്തിനു ഓണാക്കുക? ഇന്ന് ഷൂട്ടിന് വേണ്ടിട്ട് 10 നൈൽ പോളിഷ് കേട്ടോ. അമ്മന്റെ അടുത്ത് ഏതെങ്കിലും അങ്ങനെ തന്നെ പറഞ്ഞേ. ആ കൊച്ച് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടാവട്ടോ. ആ കൊച്ച് മാത്രല്ല, പിന്നെ അതേപോലെ വേറൊരാളൂടി എനിക്ക് അങ്ങനെ കൊടുക്കണ ചലഞ്ച് നന്നായി. നോക്കാലേ. അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് കാണിച്ചിട്ട് അതിന്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അതാണ് കോപ്പി അടിക്കുന്നത്. എന്നെ കോപ്പി അടിക്കുന്നത്. ഹീൽസ് ഇട്ട് കഴിഞ്ഞോ ഞാൻ ഇടുന്നതിന്റെ 1/3 ഭാഗം. എന്നിട്ട് ആരുടെയോ ചെരുപ്പാ മടുമ്പ് വേറെ എവിടെയോ ഉള്ളത്. പിന്നെ എന്നിട്ട് ഒരു നടത്തവും ഏതോ സോറി. അപ്പൊ അങ്ങനെയാണ്. ഓട്ടോ ഓടി അത്രേ കിട്ടൂന്ന് പറയുമ്പോ വാപ്പി ഓട്ടോറിക്ഷയിലാണ്. വാപ്പിക്ക് പ്രാരാബ്ദവും കാര്യങ്ങളൊന്നുമില്ല. സ്വത്ത് ആവശ്യത്തിലധികം ഉണ്ട്. പിന്നെ അതേപോലെ എൻ്റെ വാപ്പ ലോറി മുതലാളിയായിരുന്നു കേട്ടോ. ലോറി മുതലാളി പിന്നെ ഓട്ടോ മുതലാളിയാവാൻ സ്വയം തീരുമാനിച്ചു. കാരണം വാപ്പനെ കൊണ്ടാവുന്നില്ല പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ലിസാന് 2 മണിക്കാണ് വരുന്നതെങ്കിൽ പോലും കഴുകിയിട്ടേ കിടക്കുള്ളായിരുന്നു വണ്ടി. അങ്ങനത്തെ വണ്ടി ഭ്രാന്തനാണ് എൻ്റെ വാപ്പ. പക്ഷെ ആ ഭ്രാന്ത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ വണ്ടി നീറ്റാക്കൂല. ഏട്ടത്തിൻ്റെ മോനൊന്നും കിട്ടിയിട്ടില്ല. അതിൽ വണ്ടി നീറ്റാക്കി കൊണ്ടുവന്നെടുക്കുന്ന ആരാ ഉള്ളത്? ഒരാളും ഇല്ല കുടുംബത്തിൽ. ആരും വണ്ടി നീറ്റാക്കി കൊണ്ടുവന്നെടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. എന്ത് പറ്റി രമണ? തലക്കൊക്കെ കൈവച്ച് മിണ്ടാട് പോവായിരുന്നു. അങ്ങനെയാണ്. അല്ല എല്ലാം കോപ്പി അടിക്കുന്നല്ലേ? ഞാൻ ചെയ്ത കോപ്പിക്ക് അമ്മച്ചി കോപ്പി എടുത്തേ. നിന്നോട് കളിക്കാൻ ആ തള്ളക്ക് ധൈര്യല്ലേ? അമ്മച്ചിക്ക് കുറവാണെങ്കിൽ പണ്ടെങ്ങാണ്ട് ശത്രുവായ ആൾക്കാരൊക്കെ ഞാൻ കാരണം മിത്രമായോ എന്നല്ലേ? മറ്റേ പ്രിയയും ഷെഫീന ബീബിയും ഇവരൊക്കെ BJPക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. നന്നായല്ലോ. അത് തന്നെ. അപ്പൊ അമ്മശ്ക്ക് ഞാൻ ഇട്ട വീഡിയോസ് കണ്ടിട്ടില്ലോ, വേഗം മറുപടി ഇട്ടോ നിങ്ങള്. ഞാൻ വീട്ടിൽ പോയിട്ട് വരാവേ. ബൈ 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 പറയോ അണ്ണാ.